നമസ്കാരം. ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങളുടെ അവഗണനയെ തുടർന്ന് പത്തനംതിട്ടയിലെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ കൂട്ടരാജി. രാജിവെച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് പി.കെ. ജേക്കബിന്റെ നേതൃത്വത്തിൽ 100ഓളം പ്രവർത്തകർ കോൺഗ്രസിൽ ചേർന്നു. ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നായി അറിയപ്പെട്ടിരുന്ന പത്തനംതിട്ട ജില്ലയിലും ഇതോടെ കേരള കോൺഗ്രസ് എം കടുത്ത പ്രതിസന്ധിയിലായി. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയെ തുടർന്നുണ്ടായ പാർട്ടിയിലെ ഭിന്നത ജില്ലയിൽ രൂക്ഷമായ അവസ്ഥയിലാണ്. കെ.എം. മാണിയോടുള്ള സ്നേഹമാണ് കേരള കോൺഗ്രസിൽ ചേരാൻ കാരണമായത്. എന്നാൽ പുതിയ നേതൃത്വം ജനാധിപത്യ മര്യാദകൾ പൂർണ്ണമായും തകർക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നതെന്നും നേതൃത്വത്തിന്റെ ഈ നിലപാടിൽ മനംനൊന്താണ് പാർട്ടി വിട്ടതെന്നും പി.കെ. ജേക്കബ് പറയുന്നു. കഴിഞ്ഞ 45 വർഷക്കാലത്തെ കേരള കോൺഗ്രസ് പ്രവർത്തനത്തോട് വിട പറഞ്ഞുകൊണ്ട് ഇന്ന് ഞാനും എന്നോടൊപ്പം സഹപ്രവർത്തകരായിട്ടുള്ള 100 പേര് കോൺഗ്രസിലേക്ക് അംഗത്വം സ്വീകരിക്കുകയാണ്. കേരള കോൺഗ്രസ് പാർട്ടി സ്ഥാപക നേതാക്കൾ കാത്തുസൂക്ഷിച്ച ആശയങ്ങളും അതോട് അനുബന്ധിച്ച് പാർട്ടി രൂപം കൊണ്ടപ്പോൾ കർഷക കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തോട് കർഷക പാർട്ടിയായി കേരള കോൺഗ്രസ് ജനങ്ങളുടെ ഉയർത്തി കാണിച്ച മൂല്യങ്ങൾ ഇപ്പോൾ അതിൽ വ്യതിചലിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വിഷയം. 2, കേരള കോൺഗ്രസ് പാർട്ടി ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം കൈക്കൊണ്ടില്ല എന്നുള്ളതാണ് കേരള കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരമായിരുന്നത്. അന്ന് ഉചിതമായ തീരുമാനമെടുക്കാത്തത് കൊണ്ട് ഇന്ന് കേരള കോൺഗ്രസ് പ്രവർത്തകരെ ജില്ലയിലൊരു തീരുമാനമെടുത്തിരിക്കുകയാണ്. കോൺഗ്രസിലോട്ട് ചേർന്നുകൊണ്ട് അംഗത്വമെടുത്തുകൊണ്ട് പ്രവർത്തകർ കോൺഗ്രസിൽ പ്രവർത്തിക്കുക എന്നുള്ളത്. പത്തനംതിട്ട മുനിസിപ്പൽ വൈസ് ചെയർമാനായും ആക്ടിംഗ് ചെയർമാനായും പ്രവർത്തിച്ചിട്ടുള്ള ജേക്കബ് 45 വർഷത്തിലധികമായി കേരള കോൺഗ്രസിന്റെ സജീവ പ്രവർത്തനത്തിലുണ്ട്. കേരള കോൺഗ്രസ് എം ജില്ലാ സെക്രട്ടറി സാം ജോയ്ക്കുട്ടി, സംസ്ഥാന സമിതി അംഗം സുനിൽ വലഞ്ചുഴി എന്നിവരടക്കം 100ഓളം പ്രവർത്തകർ പത്തനംതിട്ട DCC ഓഫീസിൽ നടന്ന ചടങ്ങിൽ കോൺഗ്രസ് മെമ്പർഷിപ്പ് സ്വീകരിച്ചു. DCC പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിലിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം KPCC രാഷ്ട്രീയ കാര്യ സമിതി അംഗം പ്രൊഫസർ PJ കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ജേക്കബിന് ഇപ്പോൾ തോന്നിയ ബുദ്ധി ജോസ് കെ മാണിക്ക് തെരഞ്ഞെടുപ്പിന് മുൻപ് തോന്നിയിരുന്നുവെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിന് ഇന്നത്തെ അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ലെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രൊഫസർ PJ കുര്യൻ അഭിപ്രായപ്പെട്ടു. കെ.എം. മാണിയെ ഏറ്റവും അധികം ദ്രോഹിച്ച ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന നടപടി ആരൊക്കെ ക്ഷമിച്ചാലും കെ.എം. മാണി ക്ഷമിക്കില്ല. അതുകൊണ്ടാണ് ജോസ് കെ മാണിക്ക് നല്ല ബുദ്ധി യഥാസമയത്ത് തോന്നാത്തതെന്നും അദ്ദേഹം പറഞ്ഞു. ജനാധിപത്യത്തിലും മതേതരത്വത്തിലും വിശ്വസിക്കുന്ന എല്ലാവരും കോൺഗ്രസിന് പിന്നിൽ അണിനിരക്കേണ്ട രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്നുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. തോന്നിയിരുന്നെങ്കിൽ അവർക്ക് തീർച്ചയായും നല്ലതാകുന്ന കാര്യത്തിൽ അതെല്ലാം നല്ല ബുദ്ധി തോന്നാൻ എന്ന് ആലോചിക്കുന്നു. അതായത് ഈ ജോസ് കെ മാണി ചെയ്ത് നല്ല സുഹൃത്ത്, എന്റെ നല്ല സുഹൃത്ത്, അദ്ദേഹം രാജ്യസഭയിലായപ്പോൾ ഞാൻ മാത്രമേ അദ്ദേഹമായത് കോട്ടയത്ത് അദ്ദേഹത്തെ ആദ്യ റിസപ്ഷൻ യോഗത്തിൽ ആ ആഴ്ചയിൽ തന്നെ ഒരു സ്വീകരണ യോഗത്തിൽ ഞാൻ പങ്കെടുത്തു. അത് ആത്മാർത്ഥമായി തോന്നാം. ഞാൻ പ്രതീക്ഷിച്ചു നമ്മുടെ മുന്നണിയിലൊക്കെ അധികാരത്തിൽ വരുമ്പോൾ ഇടതുപക്ഷം അദ്ദേഹം ഒരു മന്ത്രിയാകുന്നവരെ ഞാൻ ആശംസിച്ചതാണ്. എന്റെ സുഹൃത്താണ്. അതായത് അദ്ദേഹം ചെയ്ത നടപടിയെ ക്ഷമിക്കാത്ത എന്താ കാര്യം പറയാം. മാണി സാറിനെ മാണി സാറിനെ അസംബ്ലിയിൽ ബജറ്റ് അനുവദിക്കാതെ കൊള്ളക്കാരനും നോട്ടുണ്ടെന്ന് മെഷീൻ വെച്ചിട്ട് ഇല്ലാത്ത അപവാദങ്ങൾ പറയാൻ ദോഷമാണി അപവാദം ഇല്ലാത്ത അപവാദം പറയാൻ ആവശ്യമില്ല.
എത്രയോ പേർക്കെതിരെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മാനസാർത്ഥം ഇല്ലാത്ത അപവാദം പറഞ്ഞ് പീഡിപ്പിച്ച കഷ്ടപ്പെടുത്തിയ മാനസിക വേദനയാണ്, എത്രയോ മാനസിക വേദനയാണ് നമുക്ക് മറന്നിട്ട് അദ്ദേഹത്തിന്റെ സ്വർണ്ണം പറയാൻ അവരുടെ ജീവിതമുള്ളത് ആര് ക്ഷമിക്കാൻ മനസ്സാണ് ഈ ഇടതുപക്ഷ മുന്നണി പരാജയപ്പെട്ട് പരാജയത്തിന്റെ പടുകുഴിയിലെത്തുന്ന ആർക്കാണ് 100 സീറ്റ് കൂടുതൽ കിട്ടുമെന്ന് സർവീസിൽ തന്നെ എല്ലാവരും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ഒരാൾക്ക് മുമ്പ് എന്നോട് ചാലുകാരൻ ചോദിച്ചു 100-ലധികം സീറ്റുകൾ അധികം എങ്ങനെ വരും എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 100 സീറ്റ് UDF കിട്ടും, അധികം വരുന്നത് ഇടതുപക്ഷക്കാരോട് എന്ന് ഞാൻ പറഞ്ഞു. ആർക്കാരും PK ജേക്കബ് അടക്കമുള്ള പ്രവർത്തകർ പാർട്ടി വിട്ടതോടെ പത്തനംതിട്ട നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും കേരള കോൺഗ്രസ് എം ഏറെ ദുർബലമായ അവസ്ഥയിലായി.